എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 7ാമത്തെയും 8ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ ദ്വാരകയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് സുകുമാരകവി. നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. വ്യോമസ്പൃശ സൗധശതേന യസ്യാഃ പയോധിഗർഭപ്രതിബിംബിതേന ഏകക്ഷണേ ശേഷപുരീം ദിവം ച യാ ദൃശ്യത്തെ ജേതുമിവ പ്രവൃത്ത. പദച്ഛേദം പറയാം. വ്യോമസ്പൃശ സൗധശതേന യസ്യാഃ പയോധിഗർഭപ്രതിബിംബിതേന ഏകക്ഷണേ ശേഷപുരീം ദിവം ച യാ ദൃശ്യത്തെ ജേതും ഇവ പ്രവൃത്ത. ദ്വാരകയുടെ ആ സൗന്ദര്യം, അതുപോലെ തന്നെയുള്ള ആ ഉയർന്നു നിൽക്കുന്ന മാളികകളുടെ പ്രൗഢി ഒക്കെയാണ് പറയണത്. യസ്യാഹ യാതൊരു ദ്വാരകയുടെ, വ്യോമസ്പൃശ വ്യോമത്തെ സ്പർശിക്കുന്ന, വ്യോമത്തിനെ ഒരിക്കലും സ്പർശിക്കാൻ പറ്റില്ല എങ്കിലും കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ വർണ്ണിക്കുക അമ്പരചുംബികളായിട്ടുള്ള കൊട്ടാരങ്ങൾ, മാളികകൾ, കെട്ടിടങ്ങളുള്ള നഗരം എന്നാണ്. അപ്പം അത് അതിശയോക്തി തന്നെയാണെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതാണ് വ്യോമസ്പൃശ, ആകാശത്തെ സ്പർശിക്കുന്നതും. അതുപോലെ തന്നെ പയോധിഗർഭപ്രതിബിംബിതേന സൗധശതേന, ആകാശത്തെ സ്പർശിക്കുന്ന 1-2 സൗധങ്ങളൊന്നുമല്ല, സൗധശതം 100 കണക്കിന് കൊട്ടാരങ്ങളാണ് അവിടെ പണിതിട്ടുള്ളത്. അതായത് ശ്രീകൃഷ്ണന് മാത്രം താമസിക്കാനുള്ള ഒരു ഗൃഹം പണിയൊന്നുമല്ല വിശ്വകർമാവ് ചെയ്തത്. ഈ ഒരു സമൂഹത്തിന് മുഴുവനും തന്നെ, യാദവന്മാർക്ക് എല്ലാവർക്കും തന്നെ സുഖസമൃദ്ധമായി വാഴാനുള്ള ഒരു നഗരം, അതാണ് അവിടെ സൃഷ്ടിച്ചു കൊടുത്തത്. അപ്പോൾ 1-2 വീടുകളോ ഉയർന്ന മാളികകളോ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും സമൃദ്ധമായിട്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ളതായ ഗൃഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ 100 കണക്കിന് സൗധങ്ങളാൽ മാത്രമല്ല, പയോധി ഗർഭ പ്രതിബിംബിതേന, പയോധി ഗർഭം എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രത്തിലെ ജലം, ജലത്തിൽ പ്രതിബിംബിക്കുന്നതായ ഈ ഉയർന്നു നിൽക്കുന്ന എല്ലാ കൊട്ടാരങ്ങളും മാളികകളും അതിൻ്റെയൊക്കെ പ്രതിബിംബം സമുദ്രത്തിലുണ്ടായിരുന്നു, സമുദ്രത്തിൽ പ്രതിഫലിച്ചിരുന്നു. അതാണ് പയോധി ഗർഭ പ്രതിബിംബിതേന സൗധശതേന, സമുദ്രത്തിൽ പ്രതിഫലിക്കുന്ന അത്രയ്ക്കും ശോഭയുള്ളതായ സൗധശതങ്ങൾ, 100 കണക്കിന് സൗധങ്ങളാൽ ശോഭിച്ചിരുന്ന യാതൊരു നഗരം. അങ്ങനെയുള്ള യാ എന്ന് പറഞ്ഞാൽ ദ്വാരക തന്നെ, ആ ദ്വാരകാ നഗരി ഏകക്ഷണേ, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും, കുറച്ച് നേരത്തേക്ക് നോക്കിയാൽ പെട്ടെന്ന് ഏതുപോലെയൊക്കെ തോന്നുമെന്നാണ് കവി പറയണതെന്നാണെങ്കിൽ, ശേഷപുരിയും ദിവം ചജേതും പ്രവൃത്ത ഇവ ദൃശ്യത്തെ, ശേഷപുരിയെയും സ്വർഗലോകത്തിനെയും. ഏതിനെയാണ് ശേഷപുരി എന്ന് പറയണത്? ഇന്നത്തെ കാലത്ത് ശേഷപുരി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. അനന്ത സർപ്പത്തിൻ്റെ, അനന്തൻ എന്ന പേരുള്ള സർപ്പത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള നഗരി ശേഷനഗരി, ശേഷപുരി എന്നൊക്കെ പറയും. ആദ്യകാലങ്ങളിൽ ശേഷപുരി എന്നുള്ളത് കൊണ്ട് പൗരാണികമായിട്ടുള്ള അർത്ഥം പാതാള ലോകമാണ്. ഏറ്റവും സമൃദ്ധമായിട്ടുള്ള, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ലോകമായിട്ടാണ് പാതാളത്തിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും വലിയൊരു നരകവും അസഹ്യമായിട്ടുള്ള ഒരു ജീവിതമൊന്നും നയിക്കേണ്ട സ്ഥലമല്ല പാതാളം. വളരെ സമൃദ്ധമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ളൊരു നഗരമാണ്. വേണമെങ്കിൽ ആ 2 നഗരങ്ങളെയും, ഒന്ന് സ്വർഗലോകം മറ്റൊന്ന് പാതാള ലോകം, 2നെയും തോൽപ്പിക്കുന്ന വിധത്തിൽ, അതാണ് ഏകക്ഷണേ, ഒരു നിമിഷം അതിനെ സൂക്ഷ്മമായിട്ട് ദ്വാരകാപുരിയെ എങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ തോന്നാം. ശേഷപുരിയും ദിവം ചജേതും, ശേഷപുരിയെയും പാതാള ലോകത്തെയും നാഗലോകത്തെയും അതുപോലെ തന്നെ സ്വർഗലോകത്തെയും ജയിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടേക്കാണോ? പ്രവൃത്ത ഇവ ദൃശ്യത്തെ, ഈ 2 നഗരങ്ങളെയും അല്ലെങ്കിൽ 2 ലോകങ്ങളെയും തോൽപ്പിക്കാൻ തക്കവണ്ണം പ്രൗഢിയും പ്രതാപവും സമൃദ്ധിയും സമ്പത്തുമൊക്കെ ദ്വാരകയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ നഗരങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടേക്കാണോ ദ്വാരകാപുരി എന്നുള്ള തോന്നൽ വരെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയാൽ ഉണ്ടാകത്തക്ക വിധത്തിലാണ് വിശ്വകർമാവ് ഭഗവാന് വേണ്ടിയിട്ട് ആ ഒരു ലോകം, ആ ഒരു രാജ്യം നിർമ്മിച്ചു കൊടുത്തത്. അടുത്ത ശ്ലോകങ്ങളിലൊക്കെ തന്നെയും സൗന്ദര്യ വർണ്ണന തന്നെയാണ് നഗരത്തിൻ്റെ. നമുക്ക് 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ശോഭാമപര്യായ വിലോകനീയാം പാർശ്വേഷു യസ്യാം യുഗപദ്ദിദൃക്ഷു രസാകുലാത്മാ പരിവൃത്യ താവത്
തിഷ്ഠത്യുതന്വാനനിമേഷദൃഷ്ടി. ആദ്യം പദച്ഛേദം പറയാം. ശോഭാം അപര്യായ വിലോകനീയാം പാർശ്വേഷു യസ്യാം യുഗപദ് ദിദൃക്ഷു രസാകുലാത്മാ പരിവൃത്യ താവത് തിഷ്ഠതി ഉദന്വാൻ അനിമേഷദൃഷ്ടി. ഈ ദ്വാരകയുടെ സൗന്ദര്യം കണ്ടിട്ട് സമുദ്രം തന്നെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കവി ഇവിടെ പറയണത്. രസാകുലാത്മാ ഉദന്വാൻ, രസാകുലമായ ആത്മാവോടുകൂടിയ ഉദന്വാൻ. ഉദന്വാൻ എന്ന് പറഞ്ഞാൽ സമുദ്രം, രസാകുല എന്ന് പറഞ്ഞാൽ വളരെ രസം പിടിച്ചിട്ട് ഒരാൾ നോക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അതോടൊപ്പം തന്നെ രസാകുലാത്മ എന്നുള്ളതിന് രസം എന്നുള്ള വാക്കിന് വെള്ളം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ സമുദ്രമാകട്ടെ ദ്വാരകയെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. യസ്യാം യാതൊരുവളിൽ, അതായത് ദ്വാരകയിൽ. സ്ത്രീലിംഗത്തിലാണ് നഗരങ്ങളൊക്കെ പൊതുവെ അറിയപ്പെടുന്നത്. ദ്വാരക എന്നുള്ളത് ആകാരാന്ത സ്ത്രീലിംഗത്തിൽ തന്നെയാണ് നിൽക്കുന്നതും. ആ ദ്വാരകാപുരിയിൽ അപര്യായ വിലോകനീയാം ശോഭാം യുഗപദ്ദിദൃക്ഷു. അപര്യായം എന്ന് പറഞ്ഞാൽ വേറൊന്നിലും കാണാനില്ലാത്തതായ, പര്യായമായിട്ട് വേറൊന്നിനെ പറയാം. ദ്വാരകാപുരിയെ പോലെ വേറെ ഏതാ ഉള്ളത് എന്നാണെങ്കിൽ വേറൊരു പുരിയുടെ പേര് പറയാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതില്ല എന്നാണ് പറയണത്. അതാണ് അപര്യായം. മറ്റൊന്നിലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് സൗന്ദര്യത്തോടു കൂടിയ ആ നഗരി, അത്രയ്ക്ക് അധികം സൗന്ദര്യമുള്ളൊരു നഗരം തൻ്റെ മധ്യത്തിൽ തന്നെയാണല്ലോ, ഈ വെള്ളത്തിൽ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലാണല്ലോ, സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണല്ലോ ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും രസാകുലതയും ഒക്കെ വേണമെങ്കിൽ സമുദ്രത്തിനുണ്ടെന്ന് വ്യാഖ്യാനിക്കാം. അതിൻ്റെ ഒരു ആനന്ദം കൂടി സമുദ്രം അനുഭവിക്കുന്നുണ്ട്. അതാണ് മറ്റൊന്നിലും കാണാത്ത അത്രയ്ക്ക് സൗന്ദര്യം ഈ ഒരു നഗരത്തിനുണ്ട് എന്ന് കണ്ടിട്ട് കണ്ണിമ പൂട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സമുദ്രം ദ്വാരകയെ. അതാണ് അങ്ങനെയുള്ളതായ ശോഭ. മറ്റൊന്നിലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് വർദ്ധിച്ച ശോഭ ഈ നഗരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് യുഗപദ്ദിദൃക്ഷു, ആ ശോഭ രണ്ട് തരത്തിൽ കാണാമെന്നിങ്ങനെ വിചാരിച്ചിട്ട്. എങ്ങനെയാണ് യുഗപദ്ദിദൃക്ഷു എന്ന് പറയുന്നത്? രണ്ട് തരത്തിൽ എങ്ങനെയാണ് കാണുക? ഒന്ന്, നേരിട്ട് കണ്ണുകൾ കൊണ്ട് ദ്വാരകയെ തന്നെ നോക്കിയാൽ ആ സൗന്ദര്യം കാണാൻ പറ്റും. മറ്റൊന്ന്, ദ്വാരകയുടെ പ്രതിബിംബം ഈ വെള്ളത്തിൽ തന്നെയല്ലേ കാണുക. വെള്ളത്തിൽ കാണുമ്പോൾ അതിന് മറ്റൊരു സൗന്ദര്യമാണ്. നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന സൗന്ദര്യം ഒരു തരം, വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ തോന്നുന്നത് മറ്റൊരു തരം. അത് രണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്, ദൂരെ നിന്നാൽ അത് കാണാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുകയാണെന്നാണ് കവി വർണ്ണിക്കുന്നത്. ശോഭാം യുഗപദ് ദിദൃക്ഷു. വ്യാഖ്യാനത്തിൽ ഈ യുഗപദ് എന്നുള്ളതിന് സംഭൂയ ദിദൃക്ഷു എന്നാണ് പറയണത്. സംഭൂയ എന്നുള്ളതിന് മൊത്തമായിട്ട് എല്ലാ തരത്തിലുമുള്ളതായ സൗന്ദര്യം ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയണത് വ്യാഖ്യാനത്തിൽ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പറയണോണ്ടും തെറ്റൊന്നുമില്ല എന്ന് തോന്നുന്നു. ദ്വാരകയെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി, സമുദ്രത്തിൻ്റെ തന്നെ വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുമ്പോൾ മറ്റൊരു ഭംഗി, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് യുഗപത്ത് ദിദൃക്ഷു താവത പാർശ്വേഷു, ആ ദ്വാരകയുടെ തന്നെ സമീപത്ത്, പാർശ്വേഷു സമീപത്ത്, അതിൻ്റെ അരികത്ത് വന്നിട്ട്, അരികത്ത് നിൽക്കുമ്പോഴാണല്ലോ പ്രതിബിംബവും അതുപോലെ ദ്വാരകയെയും അടുത്ത് നിന്ന് കാണാൻ പറ്റുക. അങ്ങനെ നിന്നുകൊണ്ട് അനിമേഷ ദൃഷ്ടി തിഷ്ഠതി, കണ്ണിമ പൂട്ടാതെ. അനിമേഷം, നിമേഷം എന്ന് പറഞ്ഞാൽ നിമിഷം, നിമേഷം എന്നൊക്കെ പറഞ്ഞാൽ നിമിഷത്തിൻ്റെ സമയം, ഒരു കണ്ണ് ഒന്ന് അടച്ച് തുറക്കാനുള്ള സമയമാണ്. അനിമേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണിമ പൂട്ടാതെ. കണ്ണിമ പൂട്ടാതെ കണ്ണു തുറന്നുകൊണ്ട് സമുദ്രം ദ്വാരകയുടെ സൗന്ദര്യത്തെ എങ്ങനെ നോക്കിക്കണ്ട് ആനന്ദിച്ചു കൊണ്ട് നിന്നു. തിഷ്ഠതി, മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിയാതെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, അചഞ്ചലമായിട്ടുള്ള നോട്ടത്തോടു കൂടിയിട്ട്, നിർനിമേഷമായിട്ട് ദ്വാരകയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സമുദ്രം. അതുപോലെയാണ് അതിൻ്റെ സൗന്ദര്യം ഉണ്ടായിരുന്നത്. സമുദ്രത്തിൻ്റെ തിരമാലകളൊക്കെ അതിനെ പറ്റിച്ചേർന്നുകൊണ്ട് തന്നെ ഒഴുകിയിരുന്നു എന്നും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വ്യോമസ്പൃശാ സൗധശതേന യസ്യാഃ പയോധിഗർഭപ്രതിബിംബിതേന ഏകക്ഷണേ ശേഷപുരീം ദിവം ച യാ ദൃശ്യത്തെ ജേതുമിവ പ്രവൃത്ത ശോഭാമപര്യായ വിലോകനീയാം പാർശ്വേഷു യസ്യാം യുഗപദ്ദിദൃക്ഷു രസാകുലാത്മാ പരിവൃത്യ താവത് തിഷ്ഠത്യുദന്വാനനിമേഷദൃഷ്ടി.
അങ്ങനെ സമുദ്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിട്ട് ദ്വാരക വിരാജിച്ചു. ദ്വാരകയെ ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിച്ച് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.